ഹലോ ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ഇല്ല ഗായ്സ് കയ്യിൽ. നമുക്കുള്ളത് വെച്ചിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ലിപ് ബാം ഇട്ടു, അതിന് ശേഷം ഒരു ബോഡി ലോഷൻ, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു. പുറത്ത് നല്ല മഴയാണ്, എന്തെങ്കിലും നമുക്ക് സൺസ്ക്രീൻ ഇടാണ്ട് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. കാരണം ഗെറ്റ് റെഡി വിത്ത് മീയിൽ സൺസ്ക്രീൻ ഇടുന്ന വീഡിയോ ആണല്ലോ. നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബ് ക്രീമും ഇടുന്നുണ്ട്. അങ്ങ് മിന്നി തിളങ്ങട്ടെ മുഖമെല്ലാം. ശരിക്കും ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഇത്രയൊന്നും സാധനമൊന്നും മുഖത്തിട്ടിട്ട് പോവില്ല. പക്ഷേ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിനി വോയിസ് ഓവർ കൊടുക്കാൻ കാരണം തന്നെ കോപ്പിറൈറ്റ് കിട്ടിയതാണ് ഗൈസ്. എന്താണെന്നറിയില്ല, എത്ര പാട്ടിട്ട് എഡിറ്റ് ചെയ്താലും എല്ലാ വീഡിയോക്കും കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് എന്തെന്നല്ല, എൻ്റെ സൗണ്ട് തന്നെ എനിക്ക് കേൾക്കുന്ന സമയത്ത് എന്തെല്ലോ തോന്നും. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. കാരണം ഒരു ലിപ്സ്റ്റിക്കിലൊന്നും ഒതുങ്ങില്ല, 1-2 ഉണ്ടാവും. മിക്സ് ആക്കിയിട്ട് കിട്ടുന്നൊരു ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ഇടൽ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ മുടി കെട്ടാം. മുടിയെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പൊട്ട് വെക്കാം ഗൈസ്. ഇനി എത്രയെല്ലാം മോഡേൺ ഡ്രസ്സ് ഇട്ടാലും ഞാനധികം പൊട്ട് വെക്കാണ്ട് പുറത്തു പോകില്ല. പിന്നെ ഞാൻ 2 ജുംക്ക ഇടുന്നുണ്ട്. മാല ഞാൻ അധികം ഇടില്ല, മാല ഇടാൻ എന്തോ എനിക്ക് ഇഷ്ടമല്ല. അതിന് നമ്മൾ വാച്ച് ഇട്ടിട്ടുണ്ട്, അതിനൊരു ബാംഗിൾ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്പ്രേ എല്ലാം അടിച്ചിട്ട് കുറച്ച് ഷോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.